എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ യൂറിക് ആസിഡിനെ കുറിച്ച് പറയാം. എൻ്റെ ക്യാൻസർ അഡ്മിഷന് മുന്നേ ഞാൻ യൂറിക് ആസിഡ്, CBC അങ്ങനെയുള്ള ബ്ലഡ് ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല. ക്യാൻസർ അഡ്മിഷൻ കഴിഞ്ഞിട്ട് മന്ത്ലി ചെക്കപ്പ് തുടങ്ങിയ സമയത്താണ് ഡോക്ടറെ കാണാൻ എല്ലാ മാസവും പോകണം. അപ്പോൾ അവിടെ ചെല്ലുമ്പം ഫസ്റ്റ് ബ്ലഡ് ചെക്കപ്പാണ്. അപ്പോൾ അതിനകത്ത് CBC, SGPT, അത് ക്രിയാറ്റിൻ, ഷുഗർ, യൂറിക് ആസിഡ് അങ്ങനെ കുറേ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ മരുന്നിൻ്റെ ഭാഗമായിട്ട് ഈ കീമോ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചീത്ത സെല്ലിനോടൊപ്പം നല്ല സെല്ലിനെ കൂടെ കൊല്ലുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തുടർച്ചയായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഓർഗനോ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ തുടർച്ചയായിട്ട് യൂറിക് ആസിഡ് 6.6, 6.7 ഇങ്ങനെ കാണാം. കാലിനൊക്കെ വേദനയുണ്ട്. ഡോക്ടർ ആദ്യത്തെ ചെക്കപ്പിന് ചെന്നപ്പം മരുന്ന് തന്നു. അത് കഴിച്ചു. പെട്ടെന്ന് യൂറിക് ആസിഡ് കുറഞ്ഞു. പക്ഷേ പിറ്റേ മാസം ചെല്ലുമ്പം വീണ്ടും യൂറിക് ആസിഡ് അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ദയാൽ സാറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ആ സമയത്ത് കാണും. അപ്പോൾ സാറ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യന് 6.3 മുതൽ എത്രയോ മതി പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് മുഴുവൻ പ്രോട്ടീനാണ്. ഈ പയറുവർഗ്ഗങ്ങൾ, കടല, പരിപ്പ്, അത് അങ്ങനെയുള്ളത്, ഗ്രീൻ പീസ്, സോയാബീൻ, അതെല്ലാം പ്രോട്ടീനാണ്. ചിക്കൻ, മീൻ, മുട്ട, പാല്, ഇതെല്ലാം പ്രോട്ടീനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോട്ടീൻ മുഴുവൻ കഴിച്ചിട്ട് നമ്മൾ നേരത്തെ കഴിക്കുന്നതിൻ്റെ ആ എക്സസ് വരുന്നത് എല്ലിൽ അടിഞ്ഞിട്ട് ആണ് യൂറിക് ആസിഡ് വരുന്നതെന്ന് സാറ് പറയുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഞാൻ ചിക്കന്, മീൻ, പാല്, മുട്ട, ഈ പയറുവർഗ്ഗങ്ങൾ എല്ലാം ഒഴിവാക്കി ഒരു 3 മാസത്തേക്ക്. എൻ്റെ യൂറിക് ആസിഡ് കുറഞ്ഞു. ഇപ്പം ഞാൻ അത്യാവശ്യം എനിക്ക് ചിക്കനും പാലും മുട്ടയും നോണൊന്നും ഉപയോഗിക്കാറില്ലെങ്കിൽ പോലും ഈ പയറുവർഗ്ഗങ്ങളും ഒക്കെ കുറച്ച് യൂസ് ചെയ്യും. എന്നിട്ടും എനിക്കിതുവരെ യൂറിക് ആസിഡ് നോർമലാണ്. 1 വർഷമായി യൂറിക് ആസിഡ് മാറിയിട്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ യൂറിക് ആസിഡ് ഉള്ളവർ ഈ ഒരു 3 മാസത്തേക്ക് ഈ നോണ്, പയറുവർഗ്ഗങ്ങൾ ഒക്കെ ഒന്ന് ഒഴിവാക്കി നോക്കിയാൽ യൂറിക് ആസിഡ് തനിയെ മാറും. ഇതെൻ്റെ അനുഭവമാണേ. ശ്രമിച്ചു നോക്കുന്നതിനും പ്രയാസമില്ല. 3 മാസത്തേക്ക് മതിയല്ലോ. എല്ലാവരും നോക്ക്. ആർക്കെങ്കിലും യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക്. യൂറിക് ആസിഡ് മാറും. ഇതെൻ്റെ അനുഭവമാണേ. ഓക്കേ.